മംഗലാപുരത്തുണ്ടായ വിമാനാപകടം മലയാളികൾക്ക് മഹാദുരന്തമായി. വിമാനാപകടം ഏറെ ബാധിച്ചത് കാസർഗോഡിനെയാണ്. വിമാനാപകടത്തിൽ മരിച്ച മലയാളികളിൽ കൂടുതൽ പേരും കാസർഗോഡ് സ്വദേശികളാണ്. കാഞ്ഞങ്ങാട്, ഉപ്പള, ഉദുമ, തളങ്കര, പാണത്തൂർ, കള്ളാർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരാണ് മരണത്തിന് ഇരയായത്. കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയുടെ പ്രസിഡന്റ് ഖലീൽ തളങ്കര, കാഞ്ഞങ്ങാട് അർബൻ ബാങ്ക് പ്രസിഡന്റ് ടി.വി. ഭാസ്കരൻ, ഭാര്യ കോമളവല്ലി, ഉപ്പള പപ്പായത്തൊടിയിൽ സഹോദരങ്ങളായ സിദ്ദിഖ്, ബഷീർ, അസീസ്, നീലേശ്വരം സ്വദേശി കുഞ്ഞികൃഷ്ണൻ, പെരിയ സ്വദേശി രാജു, അജേഷ് മുട്ടത്തിൽ, അബ്ദുൽ നാസർ, അൻവർ സാദിഖ് പരമന, മുഹമ്മദ് പെരുമ്പുള്ള, വിജേഷ് കവ്വൽ എന്നിവർ കാസർഗോഡ് സ്വദേശികളാണ്. കുന്നുകുളംപാറയിൽ മാഹിൻ, സുലേഖ ഭാനു, തളിപ്പറമ്പ് പൂക്കോത്ത് തെരുവ് കോമളം, റെജി, പ്രഭാകരൻ, കമ്മടം കുഞ്ഞബ്ദുള്ള, ഹസൻകുട്ടി, ഷമീർ, വീരാൻ, മൊയ്തീൻ, റോഷ്ലി, ഷിബു, അഷസബ്ദുള്ള, ഗംഗാധരൻ, സോമൻ, നാരായണ, മുഹമ്മദ് അഷ്റഫ്, ആയിഷ, ആരിക്കോട്ടുകടവത്ത് അബ്ദുള്ള, ഷാഫി മുഹമ്മദ് പെരുമ്പുള്ള എന്നിവരാണ് അപകടത്തിൽ മരിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ട മറ്റു മലയാളികൾ. ന്യൂസ് ഡെസ്ക്. രാജ്യത്തെ നടുക്കിയ മംഗലാപുരം വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി 8 പേരാണ് രക്ഷപ്പെട്ടത്. ഉമർ ഫാറൂഖ് മുഹമ്മദ്, ജോയൽ പ്രതാപ് ഡിസൂസ, പ്രദീപ് കുമാർ മംഗലാപുരം, കൃഷ്ണൻ കുലിക്കുന്ന് ഉദുമ, കെ.പി. മായിൻകുട്ടി കണ്ണൂർ, സബ്രീന നസ്രീൻ, മുഹമ്മദ് ഉസ്മാൻ, ഇസ്മായിൽ അബ്ദുള്ള പുത്തൂർ എന്നിവരാണ് രക്ഷപ്പെട്ടവർ. വിമാന ദുരന്തം ദൗർഭാഗ്യകരമാണെന്നും പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. മംഗലാപുരം വിമാനത്താവളം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ, ആരോഗ്യമന്ത്രി പി.കെ. ശ്രീമതി, ദേവസ്വം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മുഖ്യമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മൃതദേഹങ്ങൾ സൂക്ഷിച്ച ആശുപത്രിയിലും മന്ത്രിമാർ സന്ദർശിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവരെ ചികിത്സിക്കാനും കേരള, കർണാടക സർക്കാരുകൾ കൂടിയാലോചിച്ച് തീരുമാനം കൈക്കൊണ്ടതായി ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെയാകെ നടുക്കിയ ഒരു ദുരന്തമാണ് മംഗലാപുരം ഉണ്ടായിരിക്കുന്നത്. വിമാനം തകർന്ന് മരണപ്പെട്ടവരുടെ അംഗസംഖ്യ വളരെ കൂടുതലാണ്. 169 യാത്രക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നതാണ് കിട്ടിയ വിവരം. അതിൽ കേരളത്തിലുള്ളവരും കർണാടക പ്രദേശത്തുള്ളവരുമായ ആളുകളാണ് കൂടുതൽ പേർ എന്താണ് വ്യക്തമായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുന്നതിനും പരിക്ക് പറ്റിയവരുടെ മറ്റ് ചികിത്സക്കുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മംഗലാപുരം വിമാന ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന സെക്രട്ടറി മാധവൻ നമ്പ്യാർ ദില്ലിയിൽ പറഞ്ഞു. വകുപ്പ് തല അന്വേഷണത്തിന് പുറമെയാകും ജുഡീഷ്യൽ അന്വേഷണം. അപകടം സംഭവിച്ച വിമാനം എയർ ഇന്ത്യയുടെ സ്വന്തമാണോ എന്നതും എയർ ഇന്ത്യയിൽ എത്ര വിദേശ പൈലറ്റുമാരുണ്ടെന്നതും സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്ന് മാധവൻ നമ്പ്യാർ പ്രതികരിച്ചു. There is already an inspector of inquiries which has been appointed by him to start the ball rolling in terms of the investigation, and a court of inquiry will be appointed by the ministry very shortly.